അപ്പൊ ഒന്നുമില്ല, നമ്മള് നിങ്ങൾക്ക് അറിയാവുന്നതാണ് റിലേഷൻഷിപ്പ്, ഇവരുടെ ബോണ്ട്, ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ ഗംഗ എന്നാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യാൻ പോണേ? ഗംഗയുടെ ചപ്പൽ, രണ്ടുപേരും ഗംഗയുടെ ചപ്പൽ റൈസ് ചെയ്യാ. ഇനി ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അപ്പു അല്ലെങ്കിൽ വിഷ്ണു എന്നാണെന്നുണ്ടെങ്കിൽ ഏതാ റൈസ് ചെയ്യണം? ഓക്കെ. ആ സമയത്ത് ഇനി ഇവർ രണ്ടുപേരും സെയിം ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കൈയടിക്കും. എങ്ങനെ കൈയടിക്കണേ? ഇങ്ങനെ. ഇനി തെറ്റിപ്പോയാലോ? ഒച്ചത്തിൽ കൂവണം കേട്ടോ, നമുക്കിങ്ങനെ മാറ്റിക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ ഇവർക്കിടയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും ഒന്ന് ചോദിക്കുകയാണ്, ആരാണ് ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ? അമ്മയാണോ? അമ്മയ്ക്കൊരു ചെരുപ്പൂടെ എങ്കിലും ഒന്ന് പറഞ്ഞോളൂ ആദ്യം. ഓക്കെ, എക്സ്പ്രസ് ചെയ്ത് ഹൂ എക്സ്പ്രസ് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. പക്ഷെ അതൊന്ന് റൈസ് ചെയ്തോളൂ. മൈക്ക് വേണം. എന്റെ വീട്ടുകാർ മുഴുവൻ ചോദിച്ചാണ് അപ്പൂന്റെ അടുത്ത് നിർത്തി. എല്ലാവരുടെയും ചെരുപ്പ് കൊണ്ടൊന്ന് പൊക്കണം. ഒരെണ്ണം പൊക്കിക്കോളൂ, രണ്ടുപേരുടെ ഒരെണ്ണം പൊക്കിക്കോളൂ. ആദ്യം ദൂരങ്ങൾ ഉത്തരം ശരിയാക്കണ്ടേ? അപ്പൊ ആരായിരുന്നു ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ഒന്ന് കൈയടിച്ച ഉത്തരം ശരിയായില്ലേ? ഓക്കെ. അപ്പൊ ആദ്യം ഇഷ്ടം തുറന്ന് പറഞ്ഞ ആള് ഗംഗയാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ എവറി റിലേഷൻഷിപ്പ് അവൾ ഇവരെല്ലാരും കുറെ കാര്യങ്ങൾ പറഞ്ഞു. വഴക്കുണ്ടാവും, മടിയുണ്ടാവും, അതുണ്ടാവും, ഇതുമുണ്ടാവും, സന്തോഷം ഉണ്ടാവും, കണ്ണീരുണ്ടാവും. പക്ഷെ അതിനെല്ലാത്തിനും ഉറപ്പായിട്ട് ഒരു മാരീഡ് ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വേണ്ടത് നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക് എന്ന് ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? ഓക്കെ, അപ്പുവാണോ റൊമാൻറ്റിക്? യെസ്. പക്ഷെ ഞാൻ വെച്ച് തിരിച്ചായിരിക്കും അല്ലേ? അപ്പുവാണ്. ഓക്കെ, അപ്പുവാണ് കൂടുതൽ റൊമാൻറ്റിക്. ഓക്കെ, റൊമാൻറ്റിക് അപ്പുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്നത് ആരാണ്? ഉണ്ടാവാതിരിക്കട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പിണക്കം, വഴക്ക്, വാശിയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ ഗംഗ. ഓക്കെ, ഗംഗയാണ്. ഭയങ്കര വാശിയാണല്ലോ അല്ലേ അമ്മ? ഇല്ല, അമ്മ മോളെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. എനിക്ക് ചില ഫുഡൊക്കെ എനിക്ക് കൊതി തോന്നും. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്ന ഫുഡിന്റെ അടുത്ത് മാത്രം, അല്ലാതെ എനിക്ക് കൊതി തോന്നണം എവിടെയെങ്കിലും സെറ്റ്. ചിലപ്പോ ഒരു മാങ്ങ ലെവലോലിക്ക അങ്ങനെയുണ്ട്. അതിനൊക്കെ വാശി പിടിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ? ഓക്കെ, ആഹാരത്തിനോട് വാശി പിടിക്കുമ്പോ വാശിയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു വഴക്കുണ്ടാക്കി, വാശി കാണിച്ചു, പിണങ്ങി. ഇനി ആ ഒരു പ്രശ്നം അന്ന് ആദ്യം സോൾവ് ചെയ്യുന്നത് എനിക്കില്ലടാ, എനിക്ക് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അധികം സമയമൊന്നും പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് മിണ്ടാന്ന് പറയണത് ആരാണ് നിങ്ങളിൽ? ഒറ്റുത്തരം ഒന്ന് കൂവാനൊരു അവസരം കിട്ടുന്ന കൂവി കാണിച്ചേ. ഓക്കെ. ഓക്കെ, ഗംഗ പറയണ അപ്പു ആണ് വന്ന് പ്രശ്നം സോൾവ് ചെയ്യണമെന്ന്, അപ്പു പറയണ ഗംഗയാണെന്ന്. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആണെന്നാണ് ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങളില് ഓക്കെ, ഇന്നിപ്പോ മീറ്റ് ചെയ്തു, ഇന്ന് രാത്രിയിലെ വീട്ടിൽ പോവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? ഒറ്റത്തരം ആരായിരിക്കും? ഒറ്റത്തരം പറ്റത്തില്ല, എന്നാലും നമുക്കത് ചോദിക്കാലോ, അത് കൂവണമെന്നില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയറിംഗ് ആയിട്ടുള്ളത് ആരാണ്? ഭയങ്കര കെയറിംഗ് ആണ്, മറ്റേ ഓപ്പോസിറ്റ് ആൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കെയറിംഗ് ഉള്ള ആരാണ്? ഇതെല്ലാം രണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു പാടുള്ളൂ. ഓക്കെ, ഗംഗ എന്നാണ് പറയുന്നത്. ഗംഗയാണ് കൂടുതൽ കെയറിംഗ് ആയിട്ടുള്ള ഒരാൾ. അത് അറിയാലോ, ഗംഗ എല്ലാവരും സ്പെഷ്യലി ഫാമിലി ആയാലും ഫ്രണ്ട്സിനായാലും ഒരുപാട് അധികം കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പുവിനെ ഉറപ്പായിട്ടും ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊസസീവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവ പറയും ഇല്ല എന്ന് പറയും. എന്നാലും ഇച്ചിരി എന്റെ മാത്രമാണ് എന്നൊരു വാശിയുള്ള, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നോ, ഇല്ല. എന്നാലും ഇല്ല, അങ്ങനെ ഇല്ല. നിങ്ങൾ പൊസസീവ് അല്ല, ഒട്ടും പൊസസീവ് അല്ല, ഇതുവരെ അല്ല, ഇനി ആവാതിരിക്കട്ടെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ക്ലീശ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഡി ആവാൻ ടൈം എടുക്കുന്നത് ആരാണ്? അപ്പോ ഇനി പടപടി ഉത്തരം വരും കേട്ടോ. ഗംഗയാണ്. ഒന്ന് കൈയടിച്ചു കൊടുക്കാല്ലേ? ഗംഗയാണ് ഏറ്റവും കൂടുതൽ ചില ടൈം എടുക്കുന്നത് റെഡി ആവാനാണെങ്കിൽ. ഹൂ സ്പെൻഡ്സ് മോർ? ഏറ്റവും കൂടുതൽ പണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത് ആരാണ്? ഇനി വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഉത്തരം ഗംഗയായിരിക്കും കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങള് സ്റ്റബോൺ, ഏറ്റവും കൂടുതൽ വാശി, ദേഷ്യം കൂടുതലുള്ള ആർക്കാണ്? മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരിലല്ല, മൊത്തത്തില് കുറച്ച് വാശി ഉള്ള ഒരാള് ആരാണെന്ന് ചോദിച്ചാൽ ഗംഗയായിരിക്കാം. ഓക്കെ. നിങ്ങൾ ഭയങ്കര മടിയുള്ളത് ആർക്കാണ്? ചില കാര്യങ്ങൾ മടിച്ച് ഗംഗയാണ് ഏറ്റവും കൂടുതൽ മടിച്ച്. നിങ്ങളൊരു ബെറ്റർ കുക്ക് ആരാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് കുക്ക് ചെയ്തെന്ന് എന്തായിരുന്നു പറയാൻ പറ്റും? നിങ്ങൾ നന്നായിട്ട് ബിരിയാണി ആക്കിയല്ലേ? ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ലൈഫ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? മണി മാനേജ്മെന്റ് കൂടുതലുള്ളത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിക്കുന്നത്?
ഈ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നത്. പക്ഷെ അപ്പു എങ്ങനെ വെച്ചാൽ ആവശ്യമുള്ള സാധനം, ആവശ്യമില്ലാത്ത സാധനത്തിന് അപ്പൊ ഇങ്ങനെ പൈസ കളയുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഇവിടെ എങ്ങനെയാണ് കളയെന്ന് പറഞ്ഞ ആളില്ല. മണി മാനേജ്മെന്റ് അപ്പു എന്നാണ് പറയുന്നത്. അപ്പൊ അപ്പുവിനൊരു ഉത്തരം കിട്ടി. അപ്പൊ ഒന്ന് റൈസ് ചെയ്തോളൂ കേക്കട്ടെ. ഓക്കെ, അപ്പൊ റൈസ് ചെയ്തോളൂ. ഓക്കെ. ആൻഡ് രാവിലെ ഫസ്റ്റ് എണീക്കുന്നത് ആരാണ്? നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് മെസ്സേജ് ഒരു ദിവസം ആദ്യം എണീക്കും മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് ആരാണ്? അപ്പു ആണോ ആദ്യം എണീക്കുന്നത്? എങ്ങ ഉച്ചയാവല്ലേ എണീക്കാൻ? 11. അപ്പൊ രാവിലെ എണീറ്റ് നല്ല കുട്ടിയാണ്. ആൻഡ് ഓക്കെ, നിങ്ങൾ കുറച്ച് നാളാവുന്നുള്ളൂ ഒന്നിച്ചുള്ള ഒരു മീൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഓർത്ത് വെച്ച്, ഇപ്പൊ ബർത്ത്ഡേ ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുന്നത് നിങ്ങൾ ആരായിരിക്കും? ഉള്ളത് പറ, സത്യം പറ. അപ്പു. അതിന് പറയൂ, അത് നോക്കിക്കോ, അത് അപ്പു ആണ്. ഓക്കെ, അന്ന് കൈ അടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് മറക്കുന്നത് ആരാണ്? ഇപ്പൊ ലാസ്റ്റ് ഒരു ഓക്കെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ മറക്കുന്ന ആരായിരിക്കാം? മറന്നു പോകുന്നത് അങ്ങനെ മറക്കാറൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓക്കെ ഇന്ന് ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, ഒരു ചെറിയൊരു പൂ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു മുട്ടായി കൊടുത്താൽ മതി. അങ്ങനെ ഏറ്റവും കൂടുതൽ സർപ്രൈസസ്, കുഞ്ഞു സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ആരാണ്? ഒരു ഉത്തരം പറ അപ്പു. എന്ത് ചോദിച്ചാലും രണ്ടുപേരും. ഓക്കെ, അത് അപ്പു എന്നാണ് പറയുന്നത്. ബെറ്റർ ഡ്രൈവർ ആരാണ്? നിങ്ങൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അപ്പു ആണല്ലേ? വീഡിയോയിൽ കണ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡ്രമാറ്റിക് ആയിട്ടുള്ളത് ആരാണ്? കുഞ്ഞു കാര്യം മതി, നാടകം കണക്ക് അല്ലേ, ആവശ്യമില്ലാതെ അഭിനയിച്ച് കാണിക്കുന്നത്. അപ്പൊന്നും ഉത്തരമില്ല. ഒന്ന് അത് അറിയാം എല്ലാവർക്കും. ഒന്ന് പൊക്കോ അപ്പു? ഇല്ല. ഓക്കെ, അഭിനയിക്കാനല്ല ചോദിച്ചെന്നാ മനസ്സിലായില്ല. കുഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഓക്കെ, കാലൊന്നും തട്ടി, അത്ര അവിടെ എക്സ്പ്രഷൻ ഇട്ട് കരയേണ്ട കാര്യമില്ല. ഉത്തരം പറഞ്ഞത് ഗംഗയാന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സിനിമ കണ്ടാൽ പോലും കരയുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഇതും പറയണേ, ഞാനും കരയും ഗംഗയും കരയും. ഒരു ഉത്തരം പറയും അപ്പു ഒന്ന്. ഇന്നലെ വരെ ഞാനായിരുന്നു ചെറിയ കാര്യങ്ങൾ കരയണം. പക്ഷെ ഇന്ന് അപ്പുവാണ്. കാരണം ഇന്ന് അപ്പു ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോ ഇന്ന് മുതൽ ആള് മാറാനായിട്ട് പോവാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചിന്തിക്കണം കേട്ടോ. ചിന്തിച്ചുത്തരം പറയേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഭാവിയിൽ കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേന് ആ കുട്ടികള് സ്പോയിൽ ചെയ്യണത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതങ്ങനെ നടക്കട്ടെ, എന്റെ മോനല്ലേ എന്റെ മോളല്ലേ എന്ന് പറഞ്ഞ് കുട്ടികളെ സ്പോയിൽ ചെയ്യാൻ പോകുന്ന ആരാണെന്ന് ഇപ്പൊ പറയും. അപ്പൊ പറയും രണ്ടുപേരും നന്നായിട്ട് നോക്കൂല. ഓക്കെ, സ്ട്രിക്റ്റ് ആയിരിക്കും. സ്പോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പുവാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് വന്നിട്ടുള്ളത്. നല്ല കയ്യിൽ കൊടുക്കാം. ആൻഡ് ഫ്രം യുവർ സൈഡ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അമ്മയ്ക്കോ കാർത്തികൻ എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്താ ചോദിക്കാണ്ട? ചോദിച്ചോ. നല്ല ഗെയിം അല്ലേ? ചോദിക്കണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ലോങ് ഡ്രൈവ് പോവാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവൻ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. നിനക്കാണല്ലേ പോവാൻ ഇഷ്ടം? ഓക്കെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളുള്ള ആർക്കാണ്? കയ്യടി ഇല്ല കേട്ടോ, ഇവിടെ അണഞ്ഞിരിക്കുന്ന എല്ലാവരും. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് ഓരോ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. കണ്ണാ, ഒരു ചോദ്യം നീ ചോദിക്കും. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചോദിക്കാം. അതെ, അമ്മയുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരണില്ല. അമ്മ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? സന്തോഷമുള്ളെന്ന്. ശരണ്യയുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം. ആരാണ് നിങ്ങളിൽ മണ്ടൻ? ശരണ്യയുടെ അടുത്ത് ഗംഗ ചോദിച്ചതാണോ? ഉത്തരം പറഞ്ഞു. അവന് നിന്നെ മണ്ടനെന്ന് വിളിക്കാൻ പറ്റൂല. അങ്ങനെയൊന്നുമില്ല, മണ്ടത്തരങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും സ്മാർട്ടാണ്. ചോദിച്ച് നീയാണ് മണ്ടിന്ന്. ഓക്കെ, ആങ്കർ ഇങ്ങ് വാ. നല്ലൊരു ഗെയിം ആയിരുന്നു കേട്ടോ. ഇനി ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? ഓക്കെ, ഒന്നല്ലേ ബാക്കി? ഞാൻ ചോദിക്കണം. യെസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സെൽഫീസ് എടുക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗംഗ ആയിരിക്കും അല്ലേ? ഓക്കെ, ഒരു സ്ഥലത്ത് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഞാൻ ഇപ്പൊ എത്തും 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 30 മിനിറ്റ് എടുക്കുന്നത് ആരായിരിക്കും? ഗംഗയാണ്. ഒരു കയ്യടി കൊടുക്കാല്ലേ? ഓക്കെ, സൂപ്പർ. ഗംഗയ്ക്ക് വേണ്ടി കയ്യടി. ഇനി പതിയെ ചെരുപ്പ് കേട്ടോ, എണീറ്റോ.